ഇപ്പോൾ കിട്ടുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള ഒരു പുതിയ നീക്കം സാധാരണ വ്യാപാര തീരുമാനം എന്നതിലുപരി വലിയ ജിയോപൊളിറ്റിക്കൽ സന്ദേശമാണ് ലോകത്തിനും അമേരിക്കയ്ക്കും നൽകുന്നത്. പാകിസ്ഥാനും ഇറാനും തമ്മിൽ 900 കിലോമീറ്റർ നീളമുള്ള അതിർത്തിയിൽ 6 ലാൻഡ് കോറിഡോറുകൾ പ്രവർത്തനക്ഷമമാക്കിയത് അമേരിക്കയുടെ കടൽ ഉപരോധത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അമേരിക്കയുടെ നാവിക ഉപരോധം ഒരു പ്രധാന ആശയത്തിലാണ് നിൽക്കുന്നത്. ഇറാനെ ഒറ്റപ്പെടുത്തുക, ഇറാന്റെ എണ്ണക്കച്ചവടത്തിന് വിഘാതം സൃഷ്ടിക്കുക. പക്ഷേ ഇപ്പോൾ കളി മാറിയിരിക്കുകയാണ്. കടൽ വഴി തടഞ്ഞാൽ ഭൂമാർഗം വഴികൾ തുറക്കുന്നു. ഉപരോധം ശക്തമാക്കുമ്പോൾ പകരം വഴികൾ ഉണ്ടാകുന്നു. 3000-ലധികം കണ്ടെയ്നറുകൾ ഇതിനകം യാത്രയിലാണ് എന്ന റിപ്പോർട്ട് വരുന്നു. അതിപ്പോൾ ഇറാൻ അല്പം കൂട്ടി പറയുന്നതാണെങ്കിൽ കൂടി ഈ നീക്കം തന്നെ വലിയ സൂചനയാണ്. ഇതിനെ ലോകം പല രീതിയിൽ കാണുന്നു. ചൈന ഇതൊരു അവസരമായി കാണുന്നു. പക്ഷേ ഇന്ത്യ ജാഗ്രതയോടുകൂടി ഇതിനെ നിരീക്ഷിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളും കാത്തിരിക്കുന്നു. ഒരു കാര്യം വ്യക്തം, ഇറാനെ ഐസൊലേറ്റ് ചെയ്യാനുള്ള അമേരിക്കൻ തന്ത്രം വീണ്ടും പൊളിയുന്നു. ഇതിൽ അമേരിക്കയുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഒന്നുകിൽ ഡിപ്ലോമാറ്റിക് സമ്മർദ്ദം ചെലുത്തി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താം. കൂടാതെ സാമ്പത്തിക സമ്മർദ്ദവും കൊണ്ടുവരാം. പിന്നീട് അമേരിക്കയുടെ ഉപരോധ മോഡൽ തന്നെ മാറ്റേണ്ടി വന്നേക്കാം. ഇറാനുമായി വീണ്ടും ചർച്ചകൾക്ക് കാലുപിടിക്കാനും സാധ്യത കാണുന്നു. ഇറാന്റെ കളി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. ചർച്ചയ്ക്കാണെന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ പോയി അവരുമായി കരമാർഗം എണ്ണ കടത്താൻ ശ്രമം നടത്തുകയായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇറാൻ റഷ്യയുമായി 1.5 മണിക്കൂറിലേറെ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയപ്പോൾ അവരുടെ പിന്തുണയും ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ടാവണം. ഇറാൻ ഇപ്പോൾ ലോകത്തോട് പറയുന്നത്, നിങ്ങൾ കടൽ മാർഗം അടച്ചാൽ ഞങ്ങൾ കരമാർഗം തുറക്കും. ഉപരോധം ഉണ്ടെങ്കിൽ വഴികളും ഉണ്ടാകും. ഐസൊലേഷൻ ഈസ് നോ ലോങ്ങർ ഗ്യാരണ്ടീഡ്. അമേരിക്ക കടലിൽ തടഞ്ഞാൽ പാകിസ്ഥാൻ ഭൂമിയിൽ വഴി തുറക്കുന്നു. ഇത് യാഥാർത്ഥ്യമായാൽ അമേരിക്ക എന്ന വമ്പൻ്റെ മുഖത്തേറ്റ അടിയാകും ഈ തന്ത്രപരമായ നീക്കം.